നമസ്തേ. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 16 വയസ്സുകാരിയെ ചൂഷണം ചെയ്യുക. ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ എടുക്കുക. എന്നിട്ട് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുക. ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ ഈ ചൂഷണം ചെയ്തത് അവനായിരിക്കും എന്നുള്ളതല്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെയാണ് ഒരു ഗംഭീര ടെസ്റ്റ് ഉള്ളത്. അത് അവനല്ല, അവളാണ്. സ്നേഹ മെർലിൻ എന്നാണ് അവളുടെ പേര്. എന്നാൽ ഇവളെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ ആദ്യമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ ഇവൾക്ക് എതിരെ ഇതിനു മുമ്പ് 4 പോക്സോ കേസുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ വീട്ടുകാർ പുറത്തു പറയാൻ തയ്യാറായില്ല. സ്വാഭാവികമായും അതിന് പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഭീഷണി ഉണ്ടാകും, ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ സ്കൂളിലെ കൗൺസിലിങ്ങിനിടെയാണ് ഈ പെൺകുട്ടി ഇത് തുറന്നു പറയുന്നത്. ഇതോടുകൂടിയാണ് ഇത് കേസാകുന്നതും അന്വേഷണം നടക്കുന്നതും അറസ്റ്റിലാകുന്നതും. അപ്പോഴാണ് ഈ സ്നേഹ മെർലിൻ എന്ന് പറയുന്ന ഈ പിശാചിന്റെ തനി നിറം പുറത്തു വരുന്നത്. ഈ പെൺകുട്ടിയുടെ അമ്മയുടെ സുഹൃത്താണ്. സ്ത്രീ സുഹൃത്താണെന്ന് കൂടി ആലോചിക്കണം. സാധാരണ എല്ലാവരും പറയാം പുരുഷ സുഹൃത്താണ്. പുരുഷന്മാർ മാത്രമല്ലെന്നേ, നമുക്കറിയാം പല കേസുകളിലും ഇടനിലക്കാരായി നിൽക്കുന്നത് സ്ത്രീകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീകളും നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ എല്ലാത്തിനും പുരുഷന്മാരെ അടച്ചു പറഞ്ഞാൽ മതിയാകുമോ എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു 1.5 വയസ്സുകാരന്റെ മരണം നമ്മളെല്ലാം വേദനിപ്പിച്ചത്. അതെന്തിനായിരുന്നു? അവരുടെ ബന്ധത്തിൽ അവനൊരു തടസ്സമായി മാറിയത് കൊണ്ടായിരുന്നു. അവനെ അത്രയേറെ ക്രൂരമായി ദ്രോഹിച്ച് ഇല്ലാതെയാക്കി കളഞ്ഞത് ആ താടക എന്നല്ലാതെ എന്ത് പറയാനാണ്. അപ്പോ ഈ പറയുന്ന സ്നേഹ മെർലിനെ പോലുള്ള ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പണ്ടൊക്കെ നമ്മൾ ആദ്യം ഒരു ആംബിസ്റ്റൻസ് വെച്ച് പെരുമാറുന്നത് പുരുഷന്മാരിലേക്കായിരിക്കും. പക്ഷെ ഇന്ന് അതും പറ്റില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ദൈവത്തെ ഓർത്ത് ആരെയും വിശ്വസിക്കരുത്. മക്കളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക, സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ. ഇതിലിപ്പോ ആരെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ? ഒരു സ്ത്രീ സുഹൃത്താണ്, നമ്മൾ ആരെങ്കിലും സംശയിക്കുമോ? അപ്പോ എല്ലാവരും പറയും മറ്റു വീടുകളിലൊന്നും ആക്കരുത്, ആരെയും അധികമായിട്ട് അമിതമായിട്ടൊന്നും വീടുകളിൽ കയറ്റരുത്. ശരിയാണ്, എല്ലാത്തിനും റെസ്ട്രിക്ഷൻ വെച്ച് നമ്മളിത് എവിടെ വരെ എത്തി? റെസ്ട്രിക്ഷൻ വെക്കുന്നതല്ലാതെ ആരുടെയെങ്കിലുമൊക്കെ മനോഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ വിഭിന്നങ്ങളായ ആളുകൾക്കിടയിലാണ് ജീവിക്കുന്നത്. ഇവരുടെയൊക്കെ മനസ്സും വളരെ വിഭിന്നമായിരിക്കും. നമുക്ക് ഒരാളുടെയും മനസ്സ് പോയി ചെകഞ്ഞു നോക്കി അതിനുള്ളിൽ എന്താണ് എന്നൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. വന്ന് വന്ന് പണ്ടത്തെക്കാൾ ഏറെ, അല്ലെ, പണ്ടത്തെ ആളുകളെ വെച്ചിട്ട് എപ്പോഴും നമ്മള് എല്ലാ കാര്യങ്ങളെയും തുലനം ചെയ്ത് അവര് മോശം, അവർക്ക് എന്തറിയാം എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് കാണാറുണ്ട്. പക്ഷെ ഇപ്പൊ തോന്നിപ്പോകുന്നത് പണ്ടത്തെ മനുഷ്യരിലുള്ള നന്മ ഇന്നത്തെ മനുഷ്യരിലില്ല എന്നുള്ളതാണ്. പണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ കേട്ട് 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 കേൾക്കാൻ പാടില്ലാത്ത അരുതാത്ത വാർത്തകളല്ലാതെ നമ്മളൊന്നും കേൾക്കുന്നില്ല എന്നുള്ളതാണ്. പെൺകുഞ്ഞുങ്ങളെ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും ഒക്കെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. ഓരോ അമ്മമാർക്കും, മക്കളോട് സ്നേഹമുള്ള ഓരോ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ നെഞ്ചിൽ തീയാണ്. ഒരു പരിധിവരെ ഈ മക്കൾക്ക് പോലും ഈ ഒരു തീ എന്താണെന്ന് മനസ്സിലാവില്ല. മറിച്ച് അവരുടെ ഒരു സമയത്ത് അവർ ഒരച്ഛനോ അമ്മയോ ഒക്കെ ആകുമ്പോഴാണ് ഈ തീ തിന്നലും വേദനയും ടെൻഷനും ഒക്കെ എന്താണ് എന്നുള്ളത് മനസ്സിലാവുക. അതുവരെ ഇവർക്കൊക്കെ കേട്ട് പരിചയമുള്ള ചില ക്ലീശയായിട്ടുള്ള വാക്കുകൾ മാത്രമാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ആ ഒരു നമ്മൾ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ, അല്ലെ, അമ്മ എന്ന് പറയുന്ന അവസ്ഥ എന്താണ് എന്നുള്ളത് മനസ്സിലാവും. അച്ഛൻ എന്ന അവസ്ഥ മനസ്സിലാവുകയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മക്കളാണെങ്കിലും അമിതമായി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്റെ പൊന്നു മക്കളെ, ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകളൊക്കെ തരുമ്പോൾ അത് വീട്ടിൽ വന്ന് പറയണം. അത് ദൈവത്തെ ഓർത്ത് വാങ്ങല്ലേ. വാങ്ങില്ലെങ്കിൽ നിരസിച്ചു എന്നുള്ള ഒരു പേര് മാത്രമേ കേൾക്കേണ്ടതുള്ളൂ. പിന്നീട് ഇത്തരത്തിലുള്ള ചെകുത്താൻ എന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിൽ മനോവൈകല്യങ്ങളുള്ള ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ആരെയും തിരിച്ചറിയാനൊന്നും കഴിയില്ല.
തലനാരിഴ കീറി പരിശോധിക്കാം എന്ന് പറഞ്ഞാൽ പോലും നമ്മള് ഫോറൻസിക് അല്ലെങ്കിൽ നുണപരിശോധന ഇതൊക്കെ എന്ന് പറഞ്ഞ പോലും ഇത്തരത്തിലുള്ള ജന്തുക്കളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ മക്കളെ നമ്മുടെ മക്കളുടെ ബാഗുകൾ ഒക്കെ വളരെ സ്നേഹത്തോടെ സംസാരിച്ച് മനസ്സിലാക്കി അവരുടെ ബാഗുകളും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുക. അതിലെന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ആരെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ? ആ ഗിഫ്റ്റിനെ കുറിച്ച് നമ്മള് അറിയണം. കാരണം എങ്ങനെയാണ് ഇനി നമ്മൾ എല്ലാത്തിനെയും ഒരു സംശയ ദൃഷ്ടിയോട് കൂടി മാത്രമേ കാണുകയുള്ളൂ. കാരണം നമ്മുടെ മുന്നിലേക്ക് അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്രത്തോളം മോശമായിട്ടുള്ളതാണ്. അപ്പൊ കുട്ടികളുടെ ബാഗിൽ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ അവരെ സ്നേഹത്തോടെ നമ്മള് കമ്പും കോലും വടിയും ഒക്കെ എടുത്തുകൊണ്ട് എന്തടീ എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് മക്കളുടെ മുന്നിലേക്ക് ചെന്നാൽ ഒരിക്കലും അവർക്ക് നമ്മളോട് ഒന്നും കൺവേ ചെയ്യാൻ പറ്റില്ല. അവർക്കൊരു ദുരനുഭവം ഉണ്ടെങ്കിൽ പോലും നമ്മളോട് പറയാൻ പറ്റില്ല. നമ്മൾ അവരോട് വളരെ ശാന്തമായി സംസാരിക്കുക, അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കുക. ഒരു ഗിഫ്റ്റ് ആണെങ്കിൽ ഒരു മിഠായി പോലുമാണ് ആ ഗിഫ്റ്റ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഉറവിടം ഏതായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മളും ചെയ്യേണ്ടതുണ്ട്. ജോലിയുടെ പല കാര്യങ്ങളുടെ ടെൻഷനിലൊക്കെ പലപ്പോഴും നമുക്ക് സമയം എന്ന് പറയുന്നത് വലിയ പ്രശ്നമായിട്ടൊക്കെ മാറാറുണ്ട്. അത് പല മാതാപിതാക്കളും ഒക്കെ പറയാറുണ്ട്. അതെല്ലാം മനസ്സിലാക്കുന്നു. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് തുറന്നു പറയാനുണ്ടോ എന്നുള്ളത് നമ്മൾ കേൾക്കുക. പിന്നെ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലൊക്കെ ജീവിക്കുമ്പോൾ ഇവർക്കൊക്കെ കൃത്യമായ ശിക്ഷ നൽകണം എന്നുള്ളതല്ലാതെ നിയമ സംവിധാനങ്ങളിലൂടെ കൃത്യമായ ശിക്ഷ നൽകണം എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമുക്കിതിൽ പറയാൻ പറ്റില്ല. നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യം നമ്മുടെ ഈ സമൂഹം എവിടെ വരെ എത്തി എന്നുള്ളതാണ്. നമ്മൾ പഴയ ആൾക്കാരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് അവർക്കൊന്നും അറിയില്ല. അവരൊക്കെ എന്തെന്ന് ഇതൊക്കെ പഴയ ആളുകൾ എന്ന് പറയും. പക്ഷെ അവരിലെ നന്മ ഇന്നത്തെ ആളുകളിൽ ഇല്ല എന്നുള്ളത് കൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മുന്നിൽ മനസ്സിലാക്കി തരുന്നത്. കാരണം നമ്മൾ പറയും നമ്മളിങ്ങനെ ചുരുങ്ങി എല്ലാവരെയും ശ്രദ്ധിച്ച് എല്ലാത്തിൽ നിന്നും ചുരുങ്ങി ഇങ്ങനെ ചുരുങ്ങി നമ്മളിലേക്ക് ചുരുങ്ങി ഇനി അവിടെ നിന്ന് എങ്ങോട്ടും ചുരുങ്ങാനില്ലാത്ത വിധം മനുഷ്യൻ ചുരുങ്ങി പോയിരിക്കുന്നു. അവനവന്റെ സുഖം, അവനവന്റെ ലക്ഷ്യം, അവനവന്റെ എന്താ പറയാ അത്യാഗ്രഹമാണ് ഇപ്പൊ എല്ലാവർക്കും. പലർക്കും അത്യാഗ്രഹമാണ്. അപ്പൊ അവനവന്റെ ആഗ്രഹങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, അത്യാഗ്രഹങ്ങൾ അല്ലെ? അവനവനിലേക്ക് മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ വളർത്തുകയാണ്. നമ്മുടെ കുട്ടികളെ ഉൾപ്പെടെ നമ്മൾ ഇത് നിനക്ക്, ഇത് നിനക്ക്, ഇത് നിനക്ക്, നീ മറ്റാർക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൂടിയാണ് നമ്മൾ വളർത്തുന്നത്. അപ്പൊ ഇവനിലേക്ക് ചെന്ന് അല്ലെങ്കിൽ ഇവളിലേക്ക് വന്നു കയറുന്ന ചിന്തകൾ മുഴുവനും അത്തരത്തിലുള്ളതായിരിക്കും. പിന്നീട് അവർ വളർന്നു കഴിയുമ്പോൾ അവർ മറ്റുള്ളവരുടെ വേദന എന്തെന്നോ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇതാണ് ശരി എന്നുള്ള തോന്നുന്ന ചിന്തയിലേക്ക് കൂടി വന്നുകൊണ്ട് അവരുടെ ചിന്താഗതിയെ മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഒരു കൂട്ടർ പറയും ഇന്ന് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. സത്യത്തിൽ ആ ഒരു ചിന്ത നമുക്കിടയിലേക്കൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഇത്തരത്തിലുള്ള ജന്തുക്കളാണ്. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. പണ്ട് ഒരു വീടിന് മറ്റൊരു വീട്ടിലേക്ക് പോകാനായിട്ട് വേലിയും മതിലും ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ സ്വതന്ത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തും വർത്തമാനം പറഞ്ഞും കുശലം പറഞ്ഞുമൊക്കെ നമ്മൾ നടന്നിരുന്ന കാലഘട്ടമുണ്ട്. ഇന്ന് കുശലം പറയാൻ ആർക്കും ധൈര്യമില്ല. കാരണം മറ്റവന്റെ ഉള്ളിൽ എന്താണ് രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളതായിരിക്കും ഓരോരുത്തരും ചിന്തിക്കുക. പിന്നീട് അതിന്റെ കൂടെ ഇത്തരത്തിലുള്ള ആളുകൾ പലതരത്തിലുള്ള സൈക്കോസ് ആണ് നമ്മുടെ ഇടയിലുള്ളത്. ഇവരൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ ഒരു ഞെട്ടലാണ്. ഈ ഞെട്ടൽ എന്ന് പറയുന്നത് മക്കളെ സ്നേഹിക്കുന്ന ഓരോ അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ ഉണ്ടാകുന്ന ഞെട്ടലാണ്. അതുകൊണ്ട് മക്കളോട് സ്നേഹമുള്ളവരായിരിക്കുക, അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ഓരോ കാര്യങ്ങളും ബാഗും കാര്യങ്ങളും അതൊന്നും പരിശോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പൊന്നു മക്കളെ നിങ്ങൾക്ക് ഒരു ആപത്തും വരാനില്ല. കാരണം സമൂഹത്തിലുള്ള എല്ലാവരെയും നമുക്ക് വിശ്വസിക്കാനും കഴിയില്ല. അപ്പൊ അച്ഛനും അമ്മയും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അറിയട്ടെ, എല്ലാ വിശേഷങ്ങളും ഒക്കെ അറിയട്ടെ. ഈ കുട്ടിക്ക് സംഭവിച്ച കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ അവൾ ട്രാപ്ഡ് ആയി പോയി. അവളുടെ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ
പകർത്തി. ഇത് തന്നെയാണ് ഇവൾ മറ്റുള്ളവരോടും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവളെയൊക്കെ വിളിക്കേണ്ട പേര് വേറെയാണ്. അത് ഇങ്ങനെ ഒരു മാധ്യമത്തിലൂടെ ഇരുന്നു കൊണ്ട് വിളിക്കാൻ പറ്റില്ല. ഇപ്പൊ പറയും അങ്ങനെയല്ല, അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയുന്നവരോടും ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ തട്ടിക്കഴിയുമ്പോ നമുക്ക് ഇങ്ങനെയല്ല സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞു പോകുന്ന ചില വാക്കുകളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ അറിയാതെ വരുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ്. കാരണം ഇത്രത്തോളം നികൃഷ്ടമായ ചിന്തകളും പ്രവൃത്തികളും ഉള്ളവരൊക്കെ നമുക്കിടയിലുണ്ട്. അവരൊക്കെ പൗഡറും ലിപ്സ്റ്റിക്കും പൊട്ടും കുറിയും വലിയ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് നമുക്കിടയിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ മാരകമാണ് ഇവർ ഇന്നതായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഞെട്ടൽ. എന്തായാലും ഈ വിഷയം ഇനി ഉണ്ടാകാതിരിക്കട്ടെ സമൂഹത്തിൽ. അല്ലെ? നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്ന അഭിപ്രായം?